ഹലോ ഗൈസ്, കേരളത്തിലുള്ള ഡ്രഗ് മാഫിയയെ കുറിച്ചിട്ടാണ് ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ഒന്ന് കൂടെ കൂടുക. വയ്യ, ഒരു പനി പനി എന്ത് തങ്ങിയെന്നാവോ, കാലാവസ്ഥ മാറിയതാണ് തോന്നുന്നത്. എന്തോ മൊത്തത്തിൽ വയ്യ ഗൈസ്. ഞാനൊരു ക്രാഫ്റ്റിൻ്റെ ഒരു സാധനം, വളരെ യുണീക്കായിട്ടുള്ള ഒരു സംഗതി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനൊരു കമൻറ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യുക ഗൈസ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്കായ ഒരു സാധനമാണ്. ഇടയ്ക്ക് അവിടെ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ അതിലുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഡ്രഗ് മാഫിയയുടെ അവസ്ഥയാണ് ഗൈസ്. മരട് അനീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണം ഗൈസ്. മരട് അനീഷ് എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു വൻ ഗുണ്ട നേതാവ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മനുഷ്യനാണ് ഗൈസ്. തമ്മനം ഷാജി, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ പല ആളുകളുടെയും പേരുകൾ പുറത്ത് പറയാൻ തന്നെ ആളുകൾക്ക് പേടിയാണ്. എന്തായാലും മരട് അനീഷിനെ മറുനാടൻ മലയാളിയിലെ ഷാജസ്കറിയ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. അത് വലിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. 1.5 മണിക്കൂറിനടുത്ത് എന്താണ്, ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് എന്തോ 1.5 മണിക്കൂറിനടുത്ത് എന്തോ ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ അവിടെ നിന്ന് പോയിട്ട് കാണുക, മറുനാടൻ മലയാളിയിലും. അപ്പോൾ മൂപ്പരെ ജയിൽ ജീവിതം, മൂപ്പരെ ജയിലിൽ വെച്ചിട്ട് കൊല്ലാൻ നോക്കിയ അവസ്ഥ, ജയിലിലുള്ള ഡ്രഗ് മാഫിയയുടെ ഒരു അവസ്ഥ, അതേപോലെ ജയിലിലെ ആളുകളെ കാണാൻ വരുന്ന അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ടാവില്ലേ, ഭാര്യ കാണാൻ വരുമ്പോൾ ആ ഭാര്യമാരെങ്ങനെയാണ് രാത്രി ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ അവിടുത്തെ പോലീസുകാർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മരട് അനീഷ് അതിൽ വെളിപ്പെടുത്തിയത്. അതായത് മരട് അനീഷിനെ കള്ളക്കേസിൽ കുടുക്കിയതും കൊല്ലാൻ നോക്കിയതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് മൂപ്പര് പറയുന്നത്. നമുക്ക് പലതിലും സത്യാവസ്ഥ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടുള്ള ഒരു കാര്യമാണ്. മൂപ്പര് കുറേ കൊട്ടേഷൻ സംഗതികൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും, പക്ഷേ ഒരാളെ കൊല്ലുക ആ ഒരു രീതിയിലല്ല സംഗതികളെന്നും, മധ്യസ്ഥനായിട്ട് നിൽക്കുക എന്നുള്ളൊരു സംഗതിയൊക്കെയാണ് മൂപ്പര് പറയുന്നത്. അതായത് ഇപ്പോൾ 2 പേര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂവിൻ്റെ നടുവിൽ നിന്നിട്ട് ആ കാര്യം സോൾവ് ചെയ്ത് കൊടുക്കുക, 2 പേരും സംസാരിപ്പിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ മീഡിയേറ്ററായിട്ട് നിൽക്കുക എന്നൊക്കെ മൂപ്പര് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംശയം എന്താ വെച്ചാൽ, റിയൽ എസ്റ്റേറ്റ് വഴി ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവർക്ക് ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്. ഓക്കെ, കൊച്ചിനെ മൊത്തം എന്താ പറയുക, അടക്കി വാഴുന്ന ടീംസാണ് ഇവർ. അപ്പോൾ ഇതിൽ മരട് അനീഷ് ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ എപ്പം മരിച്ചു പോകും? ഇവർക്കൊക്കെ ആളുകൾ കൊട്ടേഷൻ കൊടുക്കൂലേ? അല്ലെങ്കിൽ ഇവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ കാര്യമില്ല, എന്ത് ധൈര്യത്തിൽ ഇവർ ജീവിക്കാം അല്ലേ? പക്ഷേ വേറെ കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചത്തുപോകാമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ആൾക്കൂട്ട വിചാരണ അതും ഇതൊക്കെ നമുക്ക് അറിയാവുന്നല്ലേ, എപ്പോഴാണ് തല്ലുകൊണ്ട് ചത്തുപോകാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാണൊരുത്തൻ രീതിയിൽ കുറച്ച് ധൈര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള വലിയ കാര്യം തന്നെ സമ്മതിച്ചു. പക്ഷെ എന്നാലും ഞാനിത് കണ്ടപ്പോഴേ എന്താണ് മനുഷ്യരൊക്കെ ഒരു അവസ്ഥ. ഒരുപാട് പോലീസ് കേസുകൾ എപ്പോൾ വേണമെങ്കിൽ കൊല്ലപ്പെടും എന്നുള്ള അവസ്ഥ അല്ലേ? പോലീസുകാർ പിന്നാലെ നടക്കുക, അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും കേസ്. അപ്പോൾ എന്തായാലും കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അധോലോകമാണ് കേസ്, അതിലൊരു സംശയവുമില്ല. നമ്മൾ കാണുന്ന ഫോറിനേഴ്സ് വന്നിട്ട് അവിടെ കാണുന്ന ഒരു കൊച്ചിയല്ല കൊച്ചി എന്നുള്ളൊരു സംഭവമാണ്. അതേപോലെ കേരളം എന്ന് പറയുന്നത് മുമ്പത്തെ ഒരു കേരളം എന്നുള്ളൊരു അവസ്ഥയിലല്ല. കേരളം ഇപ്പോൾ ഡ്രഗ് മാഫിയയുടെ കൈപ്പിടിയിലാണ്. മൂപ്പര് ഇതിനെതിരാണ്, ഡ്രഗ്സിനെതിരാണ് എന്നൊക്കെ മൂപ്പര് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് പല അമ്മമാരും മൂപ്പരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മകൻ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അവൻ വളരെ എന്താ പറയുക, വേറൊരു ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ വിളിക്കലുണ്ട്. അപ്പോൾ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട തക്കുടുമണിയാണ് മരട് അനീഷ് എന്നുള്ള രീതിയിലേക്കാണ് മൂപ്പര് സംസാരിക്കുന്നത്. മൂപ്പര് ഡ്രഗ്സിനെതിരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് മൂപ്പർക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇവിടെ ഗുണ്ടകളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ 2 ചേരി തിരിഞ്ഞിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയൊക്കെ കൊടുക്കണ്ടായിരിക്കും ഗൈസ് അല്ലേ? അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മരട് അനീഷിനെ കൊല ചെയ്യാൻ വേണ്ടി ജയിലിൽ സർജിക്കൽ ബ്ലേഡുമായിട്ട് ആളുകൾ വന്നു, അത് ജയിലിലുള്ള ആളുകളുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ മൂപ്പര് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ജയിലിൽ ഒരുപാട് ഭക്ഷണമൊന്നും കിട്ടൂല, അത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് പറയണ പോലെ നല്ല വളരെ കുറച്ച് മാത്രമാണ് ഭക്ഷണമൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ മൂപ്പരിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ എന്തോ 60 രൂപയാണ് ഡെയിലി മൂപ്പര് കിട്ടുകയെന്നോ, ഓരോരുത്തർക്ക് കിട്ടുകയെന്നോ, പിന്നെ അത് 250 രൂപയിലേക്ക് മാറുന്നു. അതേപോലെ തന്നെ അവിടെ അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയെന്ന് പരാതിപ്പെട്ടിയിൽ അവരൊരു പരാതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ള ജയിലിലുള്ള ആൾക്കാർ തന്നെ ആ സാധനം പശ വെച്ചിട്ട് ഈർക്കിലി കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഞോണ്ടിക്കൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ എന്തായാലും മറുനാടൻ മലയാളിയിലെ ഷാജിൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ എന്തായാലും ഒരു MP ഇതൊക്കെ ഒന്ന് പറയട്ടെ എന്നുള്ള രീതിയിൽ, ശ്രദ്ധയിൽപ്പെടുത്താന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞ പോയിന്റ്, കേരളം ഡ്രഗ്സിൻ്റെ സെൻറ്ററായി മാറുന്നു എന്നുള്ള ഒരു സംഗതി ആര് പറയുന്നുണ്ട്? മരട് അനീഷ് പറയുന്നുണ്ട് കേസ്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ, പല ആളുകളുടെയും
സപ്പോർട്ടോട് കൂടി തന്നെ ഇങ്ങനെ ഒരു മാഫിയ ഇവിടെ ഉണ്ട്, MDMA അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പല കോളേജുകളിൽ ഈ MDMA ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരവസ്ഥ പലർക്കും അറിയുന്നതായിരിക്കും അല്ലേ. ഒരുപാട് കേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പറയുന്ന വേറെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജയിലിൽ അതായത് MDMA ഒക്കെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജയിലിലൊക്കെ ഇട്ട് അടക്കുന്ന ഒരു സാധനമല്ലേ. ഇപ്പോൾ മുമ്പ് 6 മാസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ അത് 3 മാസമാക്കി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിയമത്തിൻ്റെ കുറേ പോരായ്മകളൊക്കെ കാര്യങ്ങളൊക്കെ മൂപ്പരിങ്ങനെ പറയുന്നുണ്ട് കേസയിൽ. അപ്പോൾ ജയിൽ തിങ്ങി നിറയും ഇങ്ങനെ ഇവരെയും കൊണ്ട്. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ ശിക്ഷ കിട്ടുന്നുണ്ടാവും, ജാമ്യം പെട്ടെന്ന് കിട്ടുന്ന ഒരു അവസ്ഥയിലൊക്കെ ഡ്രഗ് ഡീലേഴ്സ് മാറുന്നുണ്ടായിരിക്കും. കേരളം ഒരു ഡ്രഗിൻ്റെ ഹബ്ബായിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. മുമ്പേ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞെട്ടിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു 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 സംഗതിയാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഗൈസ്. അത് വിശ്വസിക്കണോ വേണ്ടേ, സത്യമാണോ നുണയാണോ ഒന്നും അറിയില്ല ഗൈസ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു പ്രതീതിയാണ് കേസ് ഉണ്ടാവുന്നത്. എന്തപ്പോൾ കേരളം ഇങ്ങടെ പോയോണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ. ഇവിടെ എന്താ അവസ്ഥ അല്ലേ? ഇപ്പോൾ ഇവിടെ നടക്കുന്ന പല വാർത്തകൾ നോക്കി നമുക്ക് മനസ്സിലാവും, പല വീഡിയോസ് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവും, പല ഒക്കെ അതായത് ഈ കഞ്ചാവിൻ്റെ ഒരു ഉപയോഗം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, അത് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അത്ഭുതമില്ല ഗൈസ്. അതാണ് അവസ്ഥ. അവിടെയും ഇവിടെയൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെങ്ങായി പറഞ്ഞിട്ട് കാമുകീനെ മൂപ്പര് ഒരു വാർത്ത അവിടുത്തെ നാട്ടിലൊരു വാർത്ത കണ്ടത് അത്ര. അത് ഇനി ന്യൂസിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടാണ്, അതായത് ഒരാളിങ്ങനെ പീസാക്കിക്കൊണ്ടിരുന്ന അത്ര. അപ്പോൾ ഞാൻ ഇനി ഇവൻ തള്ളി വിട്ടാണോന്ന് അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു വാർത്ത അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കഞ്ചാവ് അടിച്ചിട്ട് മൂളിയിട്ട്, അതായത് ആ പെണ്ണും ചെക്കനും കൂടി ചാടിപ്പോയതാണ്. അവരൊരു താമസിക്കുകയായിരുന്നു റെൻറ്റിന്. എന്നിട്ട് ആ ചെങ്ങായി കഞ്ചാവ് അടിച്ചിട്ട് ഒരു ലെവലെത്തി, അതായത് പെണ്ണും കഞ്ചാവ് അടിച്ച് കിറങ്ങിക്കുന്ന സമയത്ത് പെണ്ണിനെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പീസാക്കി വെച്ചേർക്കുക അത്ര. എന്താ അവസ്ഥ എന്ന് ആലോചിക്കും കേസ്, എന്താ അവസ്ഥ അല്ലേ. അതേപോലെ കഞ്ചാവ് അടിച്ചിട്ട് അമ്മേനെ പീഡിപ്പിക്കുക, ഇങ്ങനൊരവസ്ഥ. അമ്മേനെ ക്രൂരമായി മർദ്ദിക്കുക, അച്ഛൻ്റെ മുന്നിൽ വെച്ച് പീഡിപ്പിക്കുക, ഇങ്ങനൊരവസ്ഥയ്ക്കൊക്കെ ഇത് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത്. ഈ ചെറിയ പിള്ളേരൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പൊതുവെ ഫോണൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഒരു 7ാം ക്ലാസ് മുതൽ തന്നെ പിള്ളേരുടെ കയ്യിലൊക്കെ ഇപ്പോൾ പലപ്പോഴും ഫോണുണ്ടായിരിക്കും. ആ കൊറോണയ്ക്ക് ശേഷമൊക്കെ കുട്ടികളുടെ കയ്യിൽ കൂടുതലും ഫോൺ കിട്ടി തുടങ്ങി. നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കി, അവർക്കൊക്കെ ഈ ഒരു സാധനം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ നേച്ചുറലായിട്ടാണ് ആളുകൾ ഈ കഞ്ചാവിൻ്റെ ഉപയോഗത്തൊക്കെ കാണുന്നത് തോന്നുന്നു. പല യൂട്യൂബേഴ്സും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കേരളം ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ മക്കൾക്കും ഇതിൽ വലിയ രീതിയിൽ അതൊരു കൈ ഉണ്ട് എന്നുള്ളത് തന്നെയുള്ള രീതിയിൽ തന്നെയാണ് ഗൈസ് പലരും പറയുന്നത്. എന്താ പറയുക, ഇപ്പോൾ ബിനീഷ് കോടിയേരിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇതറിയില്ല, അത് പാർട്ടിയുടെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പലരും അംഗീകരിക്കില്ല. എന്തോ അങ്ങനെയുള്ള കുറേ കളികൾ എന്തൊക്കെ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു, അറിയില്ല കേസ്. ബിനീഷ് കോടിയേരി ഇതിൻ്റെ പെഡലറാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷെ അങ്ങനെ കുറേ ആരൊക്കെ യൂട്യൂബിൽ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്രൈം നന്ദകുമാറിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ള കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ട് ഗൈസ്. കേരളം എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ലാത്തൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലും വാളയാറിൽ വെച്ചിട്ട് അന്ന് മധുവിനെ അട്ടപ്പാടിയിൽ വെച്ചിട്ട് തല്ലിക്കൊന്നില്ലേ, അതേപോലെയുള്ള ഒരു സംഭവം ഛത്തീസ്ഗഡിലെ ഒരാളെ മാനസിക വൈകല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ തല്ലിക്കൊന്നർക്കാണ് 10-15 പേര് ചേർന്നിട്ട്. എന്താ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. ഇവിടെ മനുഷ്യർ എങ്ങനെ ജീവിക്കാം? എന്തായാലും ഡ്രഗ്സിൻ്റെ ഉപയോഗം കാര്യമായിട്ട് കേരളത്തിലുണ്ട്. അത് KSRTC ബസ്സുകളിലും അതേപോലെ തന്നെ എന്താ പറയുക പല വണ്ടികളിലും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് പച്ചക്കറി വണ്ടികളിലൊക്കെ ആയിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് മരട് അനീഷൊക്കെ ഇപ്പോൾ ഉള്ള ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നും ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. ഇത് ശരിക്കും കണ്ടപ്പോഴേ ഞാൻ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ എനിക്കത് പകുതി വെച്ചിട്ട് ഒന്ന് ശ്വാസം കിട്ടാൻ വേണ്ടി ഞാനത് പോസ് ചെയ്ത് കേസ്. അങ്ങനെ 5-6 വട്ടം പോസ് ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടത്. ആദ്യമായിട്ടാണ് ഇത്രയും വയലൻസ്, ഇത്രയും പേടിച്ചിട്ടൊരു ഇൻ്റർവ്യൂ കാണുന്നത് കേസ്. എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു 10 കൊല്ലം മുമ്പുള്ള കേരളം അല്ല ഇപ്പോൾ ഗൈസ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവുന്നതാണ്. ഇവിടെ ആരും സേഫ് ആവില്ല. ഇവിടെ ആർക്കും കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ വിശ്വാസം ഉണ്ടാവില്ല. എല്ലാവരും ശരീരം, മയക്കുമരുന്ന്, കഞ്ചാവ്, ഇതായിരിക്കും സംഭവം. ലസ്റ്റും ഡ്രഗ്സും ആയിരിക്കും ഈ സമൂഹത്തിനെ എന്താ പറയുക കാര്യമായി നിയന്ത്രിക്കുന്ന സംഗതികൾ തോന്നുന്നു ഗൈസ്. കാശ്, ലസ്റ്റ്, ഡ്രഗ്സ്, അല്ലാണ്ട് ഇതിൽ കമ്മിറ്റഡായ റിലേഷൻഷിപ്പുകളോ ഒരു ഫാമിലി മേക്കിങ്ങോ
സമാധാനത്തോടെ ജീവിക്കാമെന്നോ ഇതൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ഗൈസ്. അതേപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ മാധ്യമങ്ങൾ പോലും ഉണ്ടാവും തോന്നുന്നില്ല ഗൈസ്. കാരണം നമുക്കറിയാവുന്നതാണ് ഈ മാധ്യമങ്ങളുടെ പലതിനും തലപ്പത്തിരിക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത്, കാശ് ചിലവാക്കുന്നത് ഇങ്ങനെയുള്ള പല മഹതികളാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ സംസാരിക്കാം? ഉപയോഗിക്കാവുന്നല്ലേ ഉള്ളൂ. പിന്നെ നമുക്കറിയാവുന്നത് ഒരു സത്യാനന്തര കാലഘട്ടമാണ്. ഇവിടെ ആർക്കും സത്യമൊന്നും വേണ്ട. ഇവിടെ ആളുകൾക്ക് വളരെ ഡ്രമാറ്റിക് ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തെറി വിളിക്കണ രീതിയിൽ വിവാദങ്ങൾ ഇതൊക്കെ വേണ്ടുള്ള കേസ്. അല്ലാണ്ട് സത്യമൊന്നും ആർക്കും അറിയണ്ട. എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ? അതേപോലെ സിനിമയിൽ ഞാനത് പറഞ്ഞപ്പോൾ കേസ് ഷൈൻ ടോം ചാക്കോക്കെ അടിച്ച് കിറിങ്ങിയിട്ട് മറ്റേ അതിങ്ങനെ വരുന്ന സുനിലോജിയുടെ കൂടെയുള്ള കുറേ റീൽസ് ഷോർട്ട് വീഡിയോസ് കാണുന്നുണ്ട് കേസ്. മൂപ്പര് അച്ഛൻ മരിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒന്ന് ഒതുങ്ങിയതായിരുന്നത് അപ്പോൾ വീണ്ടും തുടങ്ങിയായിരുന്നു കേസ്. എന്താ ഇതിൻ്റെ അവസ്ഥ അല്ലേ? ആൾക്കാരിങ്ങനെ കെമിക്കൽ സാധനങ്ങളോ അല്ലെങ്കിൽ കഞ്ചാവോ ഇതൊക്കെ അടിച്ച് കിറങ്ങി നടന്ന് ജീവിതം നശിപ്പിച്ച് മറ്റുള്ളവർക്ക് എന്ത് മാതൃക കൊടുക്കണം മനസ്സിലാവില്ല. മാതൃക കൊടുത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പബ്ലിക്കായിട്ട് വരാത്ത ഇവർക്ക് അപ്പോഴും സ്വാതന്ത്ര്യമല്ലേ, സ്വാതന്ത്ര്യം, അവകാശങ്ങൾ, ഇതൊക്കെ എന്താ ചെയ്യാം? എന്തായാലും നന്നായിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാത്ത ആളുകൾ ഇപ്പോൾ മോശക്കാരാണെന്നുള്ള ലെവലിലേക്ക് പല ആളുകളുടെയും ചിന്ത പോയായിരുന്നു തോന്നുന്നു കേസ്. അതുമല്ല സുനിലോജിയുടെ കൂടെ എത്ര പെണ്ണുങ്ങളും അതേപോലെ എത്ര ആൾക്കാരുടെ കാശും അതേപോലെ തന്നെ അടിച്ച് കിറുങ്ങി നടക്കുന്ന അവസ്ഥയും. സുനിലോജി ഡ്രഗ് പെഡലറാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരണത് കേസ്. ഇവിടെ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ സുനിലോജിക്ക് ഇതിൻ്റെയൊക്കെയുള്ള പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ മരടാനീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ ഇതെന്താണ് സംഗതി അറിയില്ല. അതായത് അവിടെ മൂപ്പരെ ബാറിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പാർട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ കുറേ സംഭവങ്ങൾ. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, മറ്റേ മൂപ്പരെ പേരെന്താണ്, അയ്യല പേര് വന്നു, ഡ്രേക്ക്, അതേപോലെ ഹമീദോ, ആടാ പേര് ഞാൻ മറന്നു, എൻ്റെ ദൈവമേ അച്ഛൻ്റെ പേരെന്താണ്, ഡ്രേക്കും വേറെ ചങ്ങായില്ലേ, ഇവർ രണ്ടുപേരും കൂടി ഇല്ലെങ്കിലുള്ള കുറേ കാര്യങ്ങൾ വിളിച്ചത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. കേരളം എന്ന് പറയുന്നത് ഒരു ഭ്രാന്താലയമാണ് എന്ന് മുമ്പ് ആ മഹാൻ പറഞ്ഞതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമുക്കുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇതൊരു ബിഗ് ബി സിനിമയെ പോലെ, ലൂസിഫർ സിനിമയെ പോലെ ഒക്കെയുള്ള എന്തൊക്കെ കുറേ കാര്യങ്ങൾ. ഇത് നമ്മൾ പണ്ടൊക്കെ സിനിമ കാണുന്ന സമയത്തൊക്കെ ധൂമൊക്കെ സിനിമ കാണുന്ന സമയത്ത് ബോംബെ എങ്ങനെയാണ്, മുംബൈ എങ്ങനെയാണ്, അതേപോലെ ഹിന്ദി ലോകം, ബോളിവുഡ് ലോകം എങ്ങനെയാണെന്ന്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവിടെ മലയാള സിനിമാ ലോകവും കേരളവും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തല്ലേ കൊച്ചി, മട്ടാഞ്ചേരി എന്നൊക്കെ പറയുന്ന സംഗതി അല്ല ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, ഇതിപ്പോൾ ഏത് ജില്ലയിലും ഇതിപ്പോൾ ആളുകൾ ഇത് സർവ്വസാധാരണമായ രീതിയിലാണ് എന്നുള്ള രീതിയിൽ വയലൻസിനും ഡ്രഗ് യൂസിനും ഒക്കെ ആളുകൾ കണക്കാക്കുന്നത് എന്ന് തോന്നുന്നു കേസ്. എന്തായാലും ഫാമിലി എന്നുള്ള ഒരു സംഗതിയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ തമ്മിൽ വലിയ രീതിയിൽ ബന്ധമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇവരൊക്കെ വീട്ടിലുള്ള സമയത്ത് എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ആ വീട്ടിലുള്ള ബാക്കി ആളുകൾ കടന്നുറങ്ങുക എന്നാണ് കേസ് എനിക്ക് മനസ്സിലാവാത്തത്. എപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ വെട്ടിക്കൊല്ലുക, പീഡിപ്പിക്കുക, ലൈംഗിക അതിക്രമം നടത്തുക ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇന്ന് കുറേ സാധനം ഉണ്ടല്ലോ, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ ഹുക്കപ്പ്, വൺ നൈറ്റ് സ്റ്റാൻഡ്, ഇൻസെസ്റ്റ്, ആളുകൾക്ക് ഇതൊന്നും, ഷുഗർ ഡാഡി സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് ഇതുകൊണ്ട് തന്നെ ഒരു സാമ്പ്രദായികമായ കാര്യങ്ങളോടൊക്കെ ആളുകൾക്ക് ഭയങ്കര വെറുപ്പോ അല്ലെങ്കിൽ പുച്ഛോ എന്തൊക്കെ തോന്നുന്ന കേസ്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ പുരോഗമനം അത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വീണ്ടും ആളുകൾക്ക് മനസ്സിലാവും ഇത് കൈവിട്ട് പോയൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സാംസ്കാരികമായ ചില മൂല്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ജീവനും ജീവിതത്തിനും സമൂഹത്തിനും കുടുംബാന്തരീക്ഷത്തിനും സംസ്കാരത്തിനൊക്കെ വലിയ വലിയ വിള്ളലുകൾ, നഷ്ടങ്ങൾ, തിരിച്ചു പിടിക്കാനാവാത്ത രീതിയിലുള്ള മൂല്യച്യുതികളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാൻ പേടിയാവുന്നു ഗൈസ്. ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് സമാധാനത്തോടു കൂടി ഒന്ന് പുറത്തിറങ്ങി നടക്കുക.